നമസ്കാരം, എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇട്ടതിന് ശേഷം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫേസിൻ്റെ ക്ലിയർ ആയോ എന്ന്. ശരിയായിട്ട് വരുന്നുണ്ട്. ഒരാഴ്ചയും കൂടെ കഴിയുമ്പോൾ കറക്റ്റായിട്ടത് വരും. പിന്നെ ഇപ്പം ഫേസ് ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം കൺസിലറൊക്കെ ഇട്ട് ഹൈഡ് ചെയ്ത് വെച്ചേക്കാണ്. കുഴപ്പമില്ല, ശരിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ഹെയർ ഗ്രോത്ത് റൊട്ടീൻ തരാൻ വേണ്ടിയിട്ടാണ്. ഒരു 6 months കൊണ്ട് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഹെയർ ഫോൾ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് ഹെയർ നല്ല ഹെൽത്തി ആയിട്ട് ലെങ്ത്തും ഉള്ളോടും കൂടി വളരാനായിട്ടൊരു ഷെഡ്യൂളാണ് ചെയ്തു തരാൻ പോകുന്നത്. അമ്മാസിൻ്റെ shrutispearl.com എന്ന വെബ്സൈറ്റ് വഴി നമുക്ക് ഇനി ആ ഹെയർ ഗ്രോത്തിൻ്റെ കിറ്റ് നമ്മൾ അവൈലബിൾ ആക്കുകയാണ്. ഒരു 3 months കിറ്റാണ് നമുക്കത് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിലൊരു 3 തരം കിറ്റുകളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. അത് ആർക്കൊക്കെ എങ്ങനെയൊക്കെ എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമ്മളുടെ കസ്റ്റമേഴ്സിന് ഒരുപാട് പേർക്ക് റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ സ്ക്രീനിൽ കുറച്ച് റിസൾട്ടുകൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് റിസൾട്ട് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾക്കും പിന്നെ ഒരു 25-ന് ശേഷം അല്ലെങ്കിൽ 30-ന് ശേഷമുള്ളവർക്കൊക്കെയാണ് കൂടുതൽ റിസൾട്ടുകൾ കിട്ടുന്നത്. ഇൻ ബിറ്റ്വീൻ നമുക്ക് എന്തെങ്കിലും സ്ട്രെസ് ഫാക്ടേഴ്സൊക്കെ കയറുന്നത് കൊണ്ടാണ് കുറച്ച് ആളുകൾക്ക് റിസൾട്ടുകൾ കിട്ടാതെ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും കൂടെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ചില റിസൾട്ടുകൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും കുഞ്ഞു കുട്ടികളെ ഏറ്റവും കൂടുതൽ ടേക്ക് കെയർ ചെയ്യുന്നവരുടെ പാരൻസ് ആണ്. എസ്പെഷ്യലി ഹെയറിൻ്റെ കാര്യം, സ്കിന്നിൻ്റെ കാര്യമൊക്കെ, ഭക്ഷണത്തിൻ്റെ കാര്യമൊക്കെ കൂടുതലും ശ്രദ്ധിക്കുന്നത് അമ്മമാരായിരിക്കും. അങ്ങനെയുള്ള കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട്. ചില റിസൾട്ടുകളൊക്കെ നമുക്ക് ഇവിടെ സ്ക്രീനിൽ കാണുമ്പോൾ മനസ്സിലാവും നല്ല ഹെയർ ഗ്രോത്ത് ആണ്. അതായത് ഒട്ടും തന്നെ മുടിയില്ലാതിരുന്ന ആളുകൾക്ക് നല്ല ഹെയർ ഗ്രോത്ത്, നല്ല തിക്കായിട്ടും നല്ല ഉള്ളോട് കൂടിയും നീളത്തിലും കൂടിയാണ് ഹെയർ വരുന്നത്. ഒരു 6 മാസം കൊണ്ട്, 7 മാസം കൊണ്ട്, 8 മാസം കൊണ്ട്, അതായത് 1 വർഷത്തിൽ താഴെ സമയം എടുത്തുകൊണ്ടാണ് അവർക്കൊക്കെ റിസൾട്ട് കിട്ടുന്നത്. അതിൻ്റെ റീസൺ അത് കെയർ ചെയ്യുന്നത് അമ്മമാരാണ്. പ്രോപ്പറായിട്ട് അവർക്ക് അറിയാം എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടതെന്നുള്ളത്. ഇതിനിടയിൽ വരുന്ന പ്രശ്നം തലയിൽ വരുന്ന താരൻ, ചൊറിച്ചിൽ, ഫംഗൽ ഇൻഫെക്ഷൻ, പെയിൻ. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പെയിൻ ഒരു വലിയ വിഷയമാണ്. പ്രത്യേകിച്ച് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് നല്ലപോലെ തലയിൽ പെയിനും ഈരും ഒക്കെ ഉണ്ടാവും. ഒരു തവണ വന്ന് പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഈരെന്ന് പറയുന്നതിന് മുട്ടയാണ് നമുക്കറിയാം. അത് പെരുകി ഓരോ ദിവസവും അതിന് പെയിനായിട്ട് വരികയും അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് റെഗുലറായിട്ട് നിങ്ങൾ കാമ്പ് ചെയ്യണം. വീക്ക്ലി വൺസ് ലൈസിൻ്റെ ഷാമ്പു, പെയിൻ്റെ ഷാമ്പു ഉപയോഗിച്ച് അത് വാഷ് ഔട്ട് ചെയ്ത് എടുക്കുക തന്നെ വേണം കേട്ടോ. ഇനി അമ്മാസിൻ്റെ ഹെയർ ഗ്രോത്ത് കിറ്റ് എന്ന് പറയുന്നത് കറക്റ്റ് ഒരു 3 months നിങ്ങൾ ഉപയോഗിക്കാനുള്ള കിറ്റാണ്. ഇതിനിടയിൽ മറ്റെന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് വീഡിയോ വഴി തരാവുന്നതാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ അത് റെഗുലറായിട്ട് ഉപയോഗിക്കണം. എല്ലാ ടൈപ്പ് ഹെയർ ഉള്ളവർ, ഇപ്പോൾ എൻ്റെ ഹെയർ ഒരു ലോ പൊറോസിറ്റി ഹെയർ ആണ്. ലോ പൊറോസിറ്റി ഹെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് നമ്മൾ ഹെയർ ഇട്ട് നോക്കുമ്പോൾ ഹെയർ സ്ട്രാൻഡ്സ് ഏറ്റവും താഴെയാണോ മുകളിലാണോ മിഡിലാണോ വരുന്നത്, ഇത് നോക്കിയിട്ടാണ് നമ്മൾ നമ്മുടെ ഹെയറിൻ്റെ പൊറോസിറ്റി അളക്കുന്നത്. ലോ പൊറോസിറ്റി ഹെയർ ഉള്ളവർക്കാണ് ഹെയർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ബാക്കിയുള്ളവർക്ക് അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ലോ പൊറോസിറ്റി ഹെയർ ഉള്ളവർക്കും മീഡിയം പൊറോസിറ്റി ഉള്ളവർക്കും ലോങ് പൊറോസിറ്റി ഉള്ള എല്ലാ ആളുകൾക്കും ഈ ഒരു ഹെയർ ഗ്രോത്ത് കിറ്റ് യൂസ് ചെയ്യാം. അതിലൊരു സ്പെഷ്യാലിറ്റി ഒന്നുമില്ല, എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്? ഹെയർ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് സംഭവങ്ങളൊന്നും ചെയ്യണം എന്നില്ല. കാരണം പണ്ടുള്ളവർ ചെയ്തു തന്നിരുന്ന കാര്യങ്ങൾ, നല്ല ഭക്ഷണം കഴിക്കുക, കറക്റ്റ് സമയത്ത് ഉറങ്ങുക, ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയയോ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ സ്ക്രീൻ ടൈം കൂടുതലോ ജങ്ക് ഫുഡ് കഴിക്കലോ ഒന്നും അന്നില്ല. വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിച്ച് അവർ ചെയ്തു തരുന്ന കുറച്ച് ഹെയർ കെയർ മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത്തെക്കാളും ഒരുപാട് മുടിയും ആരോഗ്യവും സൗന്ദര്യവും എല്ലാം നമുക്ക് ആ സമയത്തുണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് അത് നേരെ കുറവാണ്. ഇന്നിപ്പോൾ പ്രശ്നം എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇൻഫർമേഷൻ സീക്കേഴ്സാണ്. ഇൻഫർമേഷൻ കിട്ടണം മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ, അത് ഫോളോ ചെയ്യില്ല. അപ്പോൾ മുടി എങ്ങനെയാണ് വളരുക, അത് യൂട്യൂബിൽ പോയിട്ട് ടിപ്പ് നോക്കും, ഹൗ ടു ഗ്രോ യുവർ ഹെയർ നോക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം നേരെ നമ്മൾ യൂട്യൂബിലോ ഇൻസ്റ്റയിലോ എഫ്ബിയിലൊക്കെ പോയി സെർച്ച് ചെയ്യാണ്. ആ സെർച്ചിങ് കഴിഞ്ഞ് ഒരു ഇൻഫർമേഷൻ കിട്ടി, അടുത്തത് സ്ക്രോൾ ചെയ്ത് അടുത്തതിലേക്ക് പോയി. ഇങ്ങനെ പോയി നമ്മളൊന്നും ചെയ്യുന്നില്ല. ആക്ച്വലി നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട്, ഒരുപാട് അറിവുകളുണ്ട്. ഇപ്പോൾ ഞാൻ പറയാതെ നിങ്ങൾക്ക് നല്ല ഭക്ഷണം കഴിക്കണം എന്നറിയാം, നന്നായിട്ട് ഉറങ്ങണം എന്നറിയാം, എങ്ങനെ റൊട്ടീൻ ചെയ്യണം എന്നറിയാം. പക്ഷെ അതാരും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല. അത് ചെയ്യാത്തവർക്കാണ് റിസൾട്ട് കിട്ടാത്തത്. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങളുടെ ഹെൽത്ത് ശ്രദ്ധിക്കുക, നിങ്ങളുടെ എന്താ പറയുക എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് എല്ലാം നിങ്ങൾ ടേക്ക് കെയർ ചെയ്ത് കൊണ്ട് നടക്കുക. സ്ട്രെസ്സ് മെയിൻറ്റെയിൻ ചെയ്യുക. സ്ട്രെസ്സ് ഒരിക്കലും നമുക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല, അത് മാനേജ് ചെയ്യുക. എല്ലാ മനുഷ്യർക്കും സ്ട്രെസ്, ഒരു മിനിമം ലെവൽ സ്ട്രെസ് വേണം. രാവിലെ എണീറ്റ് ഒരു ജോലിക്ക് പോകണമെങ്കിൽ ഒരു മിനിമം സ്ട്രെസ് ഉണ്ടായാലേ നമ്മൾ കറക്റ്റായിട്ട് ആ സ്ഥലത്തേക്ക് എത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ തോന്നിയ സമയത്ത് ചെന്ന് കയറുന്ന ഒരു സ്ഥലമായിട്ട് മാറും. അപ്പോൾ സ്ട്രെസ് വേണം, പക്ഷെ അതിന് മാനേജ് ചെയ്യാൻ പഠിക്കണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് പറയാൻ പോകുന്നത്.
ആഴ്ചയിൽ 2 ദിവസവും 3 ദിവസവും മാത്രമേ എണ്ണ ഇടേണ്ട കാര്യമുള്ളൂ. എല്ലാ ദിവസവും ഹെയർ ഓയിൽ യൂസ് ചെയ്യാൻ പാടില്ല, അതിൻ്റെ ആവശ്യമില്ല. ചിലവർ എല്ലാ ദിവസവും എണ്ണ ഇടുന്നവരുണ്ട്. പക്ഷേ ലോ പൊറോസിറ്റി ഹെയർ ഉള്ള ആളുകൾക്ക് എല്ലാ ദിവസവും മുടിയിലേക്ക് എണ്ണ ഇട്ടാൽ അബ്സോർപ്ഷൻ വളരെ കുറവായിരിക്കും. അവർക്ക് ഇപ്പം എൻ്റെ പോലെയുള്ള മുടിയുള്ള ആളുകൾക്ക് ഒരു ഇത്തിരി വെള്ളം വീണാൽ പോലും അത് അതിലൊന്ന് സോക്കാവാൻ സമയമെടുക്കും. കാരണം ഇങ്ങനെ കുറച്ച് ഫ്രിസി ടൈപ്പ് ഹെയർ ആണ് ലോ പൊറോസിറ്റി ഹെയർ എന്ന് പറയുന്നത്. മറ്റുള്ള ആളുകൾക്ക് വെള്ളം ഒഴിച്ചാലും അത് പെട്ടെന്ന് അതിനങ്ങനെ സോക്കായി അബ്സോർബ് ചെയ്യും. ഇങ്ങനെയുള്ള മുടിയുള്ളവർക്ക് പെട്ടെന്ന് അബ്സോർപ്ഷൻ നടക്കില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് ഡെയിലി വെള്ളം ഒഴിച്ച് കുളിക്കുന്നതും ഡെയിലി എണ്ണ തേക്കുന്നതും പോലെ പാക്കുകൾ ഇടുന്നതൊക്കെ ഷാമ്പൂ ചെയ്യുന്നതൊക്കെ കൂടുതൽ നമ്മളുടെ ഹെയർ സ്ട്രാൻഡ്സിനെ പൊട്ടിക്കാനും ഫ്രിസി ആക്കാനും ഫ്യൂച്ചറിൽ ഡാമേജ് ആവാനും കൊഴിഞ്ഞു പോകാനും കാരണമാവും. അപ്പം അങ്ങനെയുള്ളവർ ആഴ്ചയിൽ 3 ദിവസം മാത്രം ഹെയർ ഓയിൽ യൂസ് ചെയ്യുക. ഒരു ദിവസം ഷാമ്പൂ മസ്റ്റായിട്ട് ചെയ്യാം. അമ്മാസിൻ്റെ ഷാമ്പൂ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അംല റോസ്മേരി ഷാമ്പൂ ആണ്. അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരബൻ ഇല്ല, SL ഇല്ല, ഹാർഷായിട്ടുള്ള കെമിക്കൽസ് ഒന്നും തന്നെ ഇല്ല. കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്ന ആളുകൾക്ക് വരെ ഉപയോഗിക്കുന്ന സേഫായിട്ടുള്ള ഷാമ്പൂ ആണ് നമ്മൾ കൊടുക്കുന്നത്. നെല്ലിക്കയുടെ നീരും അതുപോലെ തന്നെ താരനില്ലാതാക്കാൻ ടീ ട്രീയും ഹെയർ ഗ്രോത്തിന് സപ്പോർട്ട് ചെയ്യുന്ന റോസ്മേരി എസെൻഷ്യൽ ഓയിലും കൂടി ചേർന്ന് വരുന്നതാണ്. തിക്കനിങ് ഏജൻ്റായിട്ട് നമ്മൾ ചേർക്കുന്ന സാന്തങ്കമാണ്. വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഹെർബൽ ഷാമ്പൂ ആണ് അമ്മാസ് കൊടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നമ്മുടെ കോംബോ കിറ്റിൽ അത് വരുന്നുണ്ട്. അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാം. ഇപ്പം എൻ്റെയൊക്കെ ഒരു ഹെയർ ഗ്രോത്ത് ആദ്യം മുടി വെട്ടുന്ന സമയത്തിന് തൊട്ട് മുന്നിലുള്ള വീഡിയോസൊക്കെ കണ്ടാൽ അറിയാം, നമ്മൾ കുറച്ച് ക്ഷമ ഉണ്ടാവണം. പിന്നെ മറ്റുള്ളവർ കാണിക്കുന്നത് പോലെ മറ്റുള്ളവരുടെ ഹെയർ പോലെ നമുക്ക് വരണം, ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. ഇപ്പോൾ ഞാൻ തന്നെ പല വീഡിയോസിലും എൻ്റെ ഹെയർ മുടി വെട്ടിയതിന് ശേഷം കാണിക്കുമ്പോൾ ഈ മുടി വെട്ടിയതൊന്നും പലർക്കും അറിയില്ല. അങ്ങനെയുള്ളവരുണ്ട്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, ഇതെന്താ മുടി മുഴുവൻ പോയല്ലോ, എന്താ ഇപ്പോൾ ശ്രദ്ധിക്കണില്ലേ, നിങ്ങൾ എണ്ണ ഉണ്ടാക്കി കൊടുത്ത് ഹെയർ മൊത്തം കളഞ്ഞതാണോ, നിങ്ങളിതൊന്നും നോക്കുന്നില്ല എന്നൊക്കെ ചോദിക്കും. ഇതൊക്കെ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. കാരണം ഇപ്പോൾ മെസ്സേജസ് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്, മറ്റുള്ളവരെന്നെ കളിയാക്കുന്നു, എനിക്ക് ഹെയറില്ലാത്തതുകൊണ്ട് നാണക്കേടാണ്, കോൺഫിഡൻസ് കിട്ടുന്നില്ല. അത് അനുഭവിക്കുന്നവർക്ക് അതറിയുള്ളൂ തീർച്ചയായിട്ടും. പക്ഷേ അതിനൊന്നും ചെവി കൊടുക്കാൻ പോവാതിരിക്കുക, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. പിന്നെ എല്ലാ ദിവസവും മുടി കോംബ് ചെയ്യുക. അപ്പോൾ ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണ് കോംബ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ. മുടി എല്ലാ ദിവസവും കോംബ് ചെയ്യുമ്പോഴാണ് സ്കാൽപ്പിലുള്ള നാച്ചുറൽ ഓയിൽ സെക്രീഷൻ നമ്മുടെ മുടി തുടങ്ങി സ്കാൽപ്പ് തുടങ്ങി മുടിയുടെ അറ്റം വരെ എത്തുള്ളൂ. ഇവിടെ നമ്മൾ കുറേ സിറം തേച്ചുകൊണ്ടോ കുറേ എണ്ണ വരെ തേച്ചുകൊണ്ടോ കാര്യമില്ല. അപ്പോൾ അത് നാച്ചുറലായിട്ട് വരുന്നത്, അത് നമുക്ക് കിട്ടണം. എല്ലാ ദിവസവും മുടി കോംബ് ചെയ്യണം. മുടി കൊഴിയൊന്ന് പേടിച്ചിട്ട് മുടി കോംബ് ചെയ്യാതിരിക്കരുത്. മുടി ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഇട്ട് നന്നായിട്ട് കോംബ് ചെയ്താൽ ഒരാഴ്ച കൊണ്ട് ഹെയർ ഫോൾ കൺട്രോൾ ആവും. ഇനി നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്, ഏത് എണ്ണ ഞാൻ യൂസ് ചെയ്യേണ്ടേ എല്ലാവർക്കും ഉള്ളതാണ് പറഞ്ഞാൽ, കോമൺ ആയിട്ടുള്ളത്. ഏത് എണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. കരിഞ്ജീരകം യൂസ് ചെയ്യാം, നീലമരി യൂസ് ചെയ്യാം, ഒണിയൻ യൂസ് ചെയ്യാം. ഒണിയന് ബെസ്റ്റ് റിസൾട്ടാണ്. കാരണം ഒണിയൻ നല്ലപോലെ സൾഫർ കണ്ടൻറ്റും ആൻറ്റി ഹെയർ ഫോൾ ഓയിലാണ് ഒണിയൻ ഓയിൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്യാം. അതിൻ്റെ കൂടെ വേറൊരു ഓയിൽ മിക്സ് ചെയ്യേണ്ട. നീലമരി മിക്സ് ചെയ്യേണ്ട, കരിഞ്ജീരകം മിക്സ് ചെയ്യേണ്ട. ഒണിയൻ ഓയിൽ വാങ്ങിച്ചാൽ അതിൽ ചെമ്പരത്തി ഉണ്ട്, കച്ചാർവാഴുണ്ട്, നെല്ലിക്കയുണ്ട്, ഉള്ളിയുണ്ട്, എല്ലാം കൂടി ഇട്ടിട്ടുള്ള ഒരു എണ്ണയാണ്. അത് ആർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നീരിറക്കത്തിൻ്റെ പ്രശ്നമുള്ളവർക്കും ഒണിയൻ ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ ഇനിയൊരു ചോദ്യം ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു ഹെയർ ഗ്രോത്ത് കിറ്റിനെ പറ്റി പറയാനാണ് ഇന്ന് വന്നത്. ഒരു ഹെയർ ഗ്രോത്ത് റിജിമായിട്ട് നിങ്ങളിതിനെ എടുക്കുക. ഒരു 3 മാസം കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. ഇപ്പോൾ എന്തിൻ്റെയൊക്കെയോ പുറകെയാണ് എല്ലാവരും ഓടി നടക്കുന്നത്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ റീല് കാണുമ്പോൾ കുറേ മുടിയുള്ള പെൺകുട്ടി, അയ്യോ എനിക്ക് അത്രയും ഹെയർ ഇല്ല. നിങ്ങൾ കുറേ ഇങ്ങനെ അഡ്മയർ ചെയ്തിരുന്നിട്ടോ, എനിക്ക് അതുപോലെ ആയില്ലല്ലോ, അവരെ പോലെ ആയില്ലല്ലോ, ഇവരെ പോലെ ആയില്ലല്ലോ, സ്വയം ഒരു കോൺഫിഡൻസ് കളയാതിരിക്കുക. എല്ലാവർക്കും ഈ ഒരു റൊട്ടീൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് മുടി ഉണ്ടാവും. വേറൊരാളെ പോലെ ഹെയർ വരാൻ നോക്കരുത്. നമുക്ക് നമ്മളുടെ ഹെയർ ഹെൽത്തി ആയിട്ടിരിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന നീളത്തിനുള്ളിലും വളർത്തിയെടുക്കാൻ പറ്റും. വയസ്സൊരു പ്രശ്നമല്ല. ഏജ് ഒരു വിഷയമാണോ എന്ന് ചോദിക്കാറുണ്ട്. അല്ല. ഇതിലാകെ പ്രശ്നം വരുന്നത് നിങ്ങളുടെ ഡെലിവറി, അതായത് മേജർ ഡെലിവറി, നിങ്ങളുടെ പ്രഗ്നൻസി കഴിഞ്ഞ് ഡെലിവറി കഴിയുമ്പോഴാണ് ബ്ലഡ് ഒരുപാട് പോകുന്നത്, പ്രോട്ടീൻ ലോസ് ഉണ്ടാകുന്നത്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ പണ്ടുള്ളവർ എന്ത് ചെയ്യണേ, ലേഹ്യങ്ങൾ ഉണ്ടാക്കി തരുന്നത്. അതായത് പോയതിനൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ, ബോഡീനെ ഫിറ്റാക്കാനാണ് ലേഹ്യങ്ങൾ, ഉഴിച്ചിൽ, കുഴമ്പുകളിട്ടുള്ള കുളി, നന്നായിട്ട് ഉറങ്ങാൻ വേണ്ടി ശരീരത്തിനൊന്ന് വീണ്ടും റീജുവനേറ്റ് ചെയ്യാണ്. അപ്പോൾ ആ സമയം ശ്രദ്ധിക്കുക. പിന്നെ സർജറി, എസ്പെഷ്യലി കീമോതെറാപ്പി കഴിഞ്ഞ പേഷ്യൻസ്, ഇവർക്കൊക്കെയാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. കാരണം ശരീരത്തിൽ ചൂട് കൂടുന്ന സമയമാണ് ഇതൊക്കെ. മാത്രമല്ല മെഡിസിൻസ് കഴിക്കുന്നതിന് സൈഡ് എഫക്ട്സും ഉണ്ടാവും. ഇതുകൊണ്ടൊക്കെ ഹെയർ ഫോൾ ഉണ്ടാവും. കാരണം എന്താ, ഫസ്റ്റ് നമ്മുടെ ബോഡിക്ക് പ്രശ്നമുണ്ടെന്ന് തിരിച്ചറിയുന്നത്, അതിൻ്റെ സിംറ്റമായിട്ട് കാണിക്കുന്നത് നമ്മുടെ ഹെയർ കൊഴിയുക എന്നുള്ളതാണ്. അത് ശരീരത്തിൻ്റെ ഒരു ധർമ്മമാണ്. ഹെയർ നിങ്ങളുടെ മുടി കൊഴിക്കുന്നതല്ല. അത് ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, എൻ്റെ നഖം പൊട്ടുന്നുണ്ട്, എൻ്റെ മുടി കൊഴിയുന്നുണ്ട്, എനിക്ക് ഉറക്കക്കുറവുണ്ട്. അപ്പം തന്നെ മനസ്സിലാക്കുക, എനിക്ക് എന്തോ പ്രശ്നം അവിടെ വന്നിട്ടുണ്ട്, ഞാനത് ശരിയാക്കണം. അപ്പം അതിന് കുറച്ച് ക്ഷമ വേണം.
തീർച്ചയായിട്ടും മാറ്റിയെടുത്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് എവിടെ വെച്ച് നോക്കിയോ നമ്മൾ ഹെൽത്ത് നമ്മൾ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒന്ന് തിരിച്ചു കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും, പ്രത്യേകിച്ച് അമ്മാസിനും എല്ലാ കസ്റ്റമേഴ്സിനും ശ്രുതീസ് വേൾഡിൻ്റെ വ്യൂവേഴ്സിനും തിരിച്ച് നിങ്ങളുടെ ഹെയർ ഗ്രോത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ സ്വസ്ഥമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക. ഈ ഫേസിൻ്റെ ഫോട്ടോ ഇട്ടതിന് ശേഷം ഒരുപാട് പേര് അന്വേഷിച്ചിരുന്നു. എല്ലാവരോടും നന്ദിയുണ്ട്, മാറി വരുന്നുണ്ട്, അതതിൻ്റെ വഴിക്ക് നടക്കട്ടെ. അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി, വീണ്ടും കാണാം. താങ്ക് യു.